ശബരിമലയിലെ കൂട്ടം തെറ്റിപ്പോകുന്ന ഭക്തരെ കണ്ടെത്താനും ഭക്തർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനുമായി പ്രവർത്തിക്കുന്ന അനൗൺസ്മെന്റ് സെന്റർ തീർത്ഥാടകർക്ക് ഏറെ ഉപകാരപ്രദമായി മാറുകയാണ്. ഗാംഭീര്യമുള്ള ശബ്ദത്തോടെ പ്രധാന ഭാഷകളിൽ എല്ലാം ഇവിടെ നിന്നും അനൗൺസ്മെന്റുകൾ പമ്പ വരെ മുഴങ്ങിക്കേൾക്കും. നെയ്യഭിഷേകം ചെയ്യുമ്പോൾ ആത്മാവ് ഭഗവാനിൽ അർപ്പിക്കപ്പെടുകയാണ്. നെയ്യഭിഷേകത്തിനായി പൊട്ടിക്കുന്ന നെയ്ത്തേങ്ങയുടെ മുറികൾ മാത്രം പവിത്രമായ ആഴിയിൽ ഭക്തിപൂർവം സമർപ്പിച്ച് സായൂജ്യം നേടുക. സന്നിധാനത്തെ അനൗൺസ്മെന്റ് സെന്ററിൽ നിന്നും മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലെല്ലാം അറിയിപ്പുകളും നിർദ്ദേശങ്ങളും മുഴങ്ങും. കൂടെ വന്നവരെ കാണാതാവുമ്പോൾ അയ്യപ്പ ഭക്തർക്കും ശരണം ഈ അനൗൺസ്മെന്റ് സെന്റർ തന്നെ. നിങ്ങൾക്കൊപ്പം വരുന്ന കൊച്ചയ്യപ്പന്മാരെയും കൊച്ചു മാളികപ്പുറങ്ങളെയും കൂട്ടം പിരിയാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സംശയം. അനൗൺസ്മെന്റ് സെന്ററിലെ പ്രധാനി കോഴഞ്ചേരി സ്വദേശിയായ ഗോപാലകൃഷ്ണൻ നായരാണ്. ഘനഗാംഭീര്യമുള്ള ഇദ്ദേഹത്തിന്റെ ശബ്ദം അയ്യപ്പ ഭക്തർക്ക് സുപരിചിതമാണ്. കഴിഞ്ഞ 25 വർഷമായി ഗോപാലകൃഷ്ണൻ നായർ അനൗൺസറായി സന്നിധാനത്തുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് 25 വർഷമായി ശബരിമല അനൗൺസർ. ഞാൻ ഇതിനു മുമ്പും അനൗൺസ്മെൻ്റ് ആയിരുന്നു എൻ്റെ ജോലി. കലാനിലയ നാടകവേദിയിൽ അനൗൺസറായിരുന്നു. ആ മണ്ഡല ഉത്സവകാലത്ത് മാത്രമേ ഉള്ളൂ ഞാനിവിടെ, സീസൺ മാത്രം. ശബരിമല അനൗൺസറിന് അതൊരു രാവും പകലും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾ കാണാൻ പോകുന്നവരൊക്കെ ഇവിടെ വന്ന് ഒരുമിച്ച് അതൊരു പ്രത്യേകതയാണ്. മറ്റ് അനൗൺസ്മെൻറ്റുകാരൊക്കെ തികച്ചും വ്യത്യസ്തമാണ് ശബരിമല അനൗൺസ്. രാത്രി മുഴുവൻ കൊച്ചു 2 വയസ്സൊക്കെയുള്ള പിള്ളേരൊക്കെ ഇവിടെ തങ്ങുന്നുണ്ട്. അവരൊക്കെ അവരുടെ മാതാപിതാക്കളെ വിളിച്ച് വരുത്തി നമ്മൾ ഒരുമിച്ച് വിടുമ്പോൾ പ്രത്യേകത തന്നെയാണ്. ഇവിടെ ആരെയും ഇവിടെ എല്ലാവരെയും കൂട്ടി വിടും. അങ്ങനെ നാളെ അടയ്ക്കത്തുള്ളൂ. നമുക്ക് ഇവിടുത്തെ സിസ്റ്റം പോരാ. നമ്മുടെ വോയിസ് വെറുതെ നല്ല ഹൈ വോയിസ് പറഞ്ഞാലേ ഇത് വെളിയിൽ തള്ളത്തുള്ളൂ. അത് തള്ളത്തുള്ളൂ. ಸ್ವಾಮಿಯೇ ಶರಣಮಯ್ಯಪ್ಪ. ಅಯ್ಯಪ್ಪ ಭಕ್ತಾದಿಗಳ ಗಮನಕ್ಕೆ ಶಬರಿಮಲ ಶ್ರೀ ಧರ್ಮಶಾಸ್ತ್ರ ದಿವ್ಯ ದರ್ಶನಕ್ಕಾಗಿ ಪವಿತ್ರವಾದ ಶ್ರೀ ಕ್ಷೇತ್ರಕ್ಕೆ ಬರುತ್ತಿರುವ ಅಯ್ಯಪ್ಪ ಭಕ್ತಾದಿಗಳು ತಮ್ಮ ಬೆಲೆ ಬಾಳುವ ವಸ್ತುಗಳ ಬಗ್ಗೆ ಅತಿ ಎಚ್ಚರಿಕೆ ವಹಿಸಬೇಕೆಂದು ತಿಳಿಸಲಾಗಿರುತ್ತದೆ. തമിഴ്, കന്നഡ, തെലുങ്ക്, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ കർണാടക ചിക്കമംഗ്ലൂർ സ്വദേശിയായ MM കുമാറാണ് നിർദ്ദേശങ്ങൾ നൽകുന്നത്. പമ്പയിലും നിലയ്ക്കലിലും സന്നിധാനത്തുമായി 25 വർഷമായി കുമാറും അനൗൺസറായി പ്രവർത്തിക്കുന്നുണ്ട്. സന്നിധാനത്ത് നിന്നും വഴിതെറ്റിപ്പോകുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ തങ്ങളുടെ അനൗൺസ്മെന്റ് കേട്ട ശേഷം കണ്ടെത്തുമ്പോൾ ഏറെ സന്തോഷം തോന്നാറുണ്ടെന്ന് കുമാർ പറയുന്നു. കൊച്ചുമക്കള് കൂട്ടം പിരിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് നമ്മുടെ പോലീസ് സ്വാമിമാർ വിളിച്ചുകൊണ്ട് വരും. കുട്ടി മിസ്സായി വരുന്ന സമയത്ത് നമുക്കും സങ്കടമാകും. അവരുടെ ആൾ എത്തിയ ശേഷം ആ ഒരു സന്തോഷം, നമുക്ക് ആ സന്തോഷം തന്നെ കണ്ടപ്പോൾ നമ്മുടെ സേവനം അത്യാവശ്യം സേവനയാണെന്ന് ഒരു വളരെ സന്തോഷമാകും. ഭക്തരുടെ ശരണം വിളികൾക്കിടയിൽ ഈ ശബ്ദങ്ങൾ മുഴങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് കാതുകൂർപ്പിക്കും. എന്താണ് പറയുന്നതെന്നറിയാൻ. സന്നിധാനത്ത് ഭക്തജന തിരക്ക് വളരെ കൂടുതലായി തുടരുകയാണ്. ഭക്തജനങ്ങൾ അവരവരുടെ സുരക്ഷ അവരവർ തന്നെ പരമാവധി കാത്തു സൂക്ഷിക്കുക. ശരണം വിളികളാൽ മുഖരിതമായ ശബരിമല സന്നിധാനത്ത് മുഴങ്ങിക്കേൾക്കുന്ന മറ്റു 2 ശബ്ദങ്ങളാണ് ഈ അനൗൺസർമാരുടേത്. ഈ ശബ്ദം മുഴങ്ങാൻ ആരംഭിച്ചാൽ ആരും ഒരു നിമിഷം കാതുകൂർപ്പിച്ച് നിന്നുപോകും. ക്യാമറ പേഴ്സൺ രവി ബി മേനോനൊപ്പം നിതിൻ പ്രഭാകരൻ, കേരള വിഷൻ ന്യൂസ്, സന്നിധാനം.